ഹായ്, ഐ എം ഡോക്ടർ വീണ, ആർഎംഒ ജീവിത ആയുർവേദ ഹോസ്പിറ്റൽ. ആയുർവേദത്തിൽ നമുക്ക് സ്കിന്നിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്കിന്നിന് വേണ്ടി ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്നിവ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ, അങ്ങനെ അതിൻ്റെ അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാവുന്ന ഓയിൽ വെച്ച്, അതായത് നാൽപ്പാമരാതി, തെന്നൊന്തരം, ഇതിലേതാണോ നമ്മളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നത് ആ ഓയിൽ വെച്ചിട്ട് ഒരു ഫുൾ ബോഡി മസാജ് അല്ലെങ്കിൽ അഭ്യംഗം ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്വേദനം അഥവാ ഫുൾ ബോഡി സ്റ്റീം ചെയ്യുന്നത് സ്കിൻ പോർസിനെ ഓപ്പൺ ചെയ്യാനും സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. ഉദ്വർത്തനം അഥവാ ഫുൾ ബോഡി മസാജ് ചെയ്യുന്നത് ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാനും ബോഡിക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് എഫക്റ്റ് കൊടുക്കാനും സഹായിക്കുന്നു. ഇത് കൂടാതെ പലതരം ഹെർബൽ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഫുൾ ബോഡി സ്ക്രബ് ചെയ്യുന്നതും സ്കിന്നിന് സ്യൂട്ടാവുന്ന ലേപം, നമ്മളുടെ ആയുർവേദ മുഖലേപങ്ങൾ ചെയ്യുന്നതും സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. പിന്നെ ഇതല്ലാണ്ട് നമുക്ക് ഇൻറ്റേർണലി എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളുടെ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ സ്കിന്നിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് മെഡിസിൻസ് ഒരു ഡോക്ടറെ കണ്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു ഹെൽത്തി മൈൻഡ് ഉള്ളിടത്ത് മാത്രമേ ഒരു ഹെൽത്തി ബോഡി, ഹെൽത്തി സ്കിന്നൊക്കെ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ നമ്മൾ യോഗാസനം ചെയ്ത് നമ്മളുടെ മൈൻഡിനെ കാമാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്.